എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വാർലാട് അവനാണെങ്കിൽ ഇപ്പൊ ആ ഒരു അയലാൻഡ് അതിന്റെ ഏകദേശം ഒരു ഭാഗം തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ ഒരു വലിയ പൊട്ടിത്തെറിയില് എല്ലാവരും കരുതിയത് അയലാൻഡ് മുഴുവൻ തകർന്നു പോയെന്നാണ്. ഉടനെ ആ വാർലാട് അവനാണെങ്കിൽ ചുറ്റും നോക്കും, അവിടെ മുഴുവൻ ബിൽഡിംഗ് ഒക്കെ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. അതിനിടയിലായി ഒരുപാട് പൈററ്റ്സ് ടീം അങ്ങനെ ബോധം കെട്ടും മരിച്ചും വീണ് കിടക്കുകയാണ്. നമ്മുടെ ടീമിലെ ആൾക്കാരും അതിനിടയിലായിട്ട് പല സ്ഥലത്തും കിടക്കുന്നതായിട്ട് അവൻ കാണും. ഉടനെ ആ വില്ലനാണെങ്കിൽ നടന്ന് ലൂഫിയുടെ അടുത്തേക്ക് വരികയാണ്. ലൂഫിക്ക് ഇപ്പോഴും ബോധം വീണ്ടില്ല. അവൻ ലൂഫിയുടെ തൊട്ടടുത്തെത്തി അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ഒരു വലിയ കല്ല് അതവൻ കൈ നീട്ടി ഇപ്പൊ വിൻ പവർ വെച്ച് ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം ലൂഫിയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് ഉയർത്താൻ നോക്കുകയാണ്. അപ്പൊ വീഴാണ് അവന്റെ പുറകിലൊരു അടി. അത് മറ്റാരുമല്ല, സാക്ഷാൽ സോറോയുടെ വെട്ടുകൊണ്ട് ഇപ്പൊ അവന്റെ ബോഡിയിൽ നിന്ന് പുകയൊക്കെ പുറത്തേക്ക് വരും. സോറോ ഒരു സെക്കൻഡ് ഫ്രീസായി അതങ്ങനെ നോക്കി നിൽക്കും. ഉടനെ ആ വില്ലൻ അവൻ ടേൺ ചെയ്ത് ഇപ്പൊ സോറയ്ക്ക് നേരെ നിൽക്കുകയാണ്. സോറ ചോദിക്കും, അപ്പൊ നീ റിയൽ ഹ്യൂമൻ ബീങ് അല്ലേ? നീയും ഫ്രാങ്കിയെ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണോ? ആ വില്ലനാണെങ്കിൽ ഇപ്പൊ അവന്റെ വാ തുറക്കും. അവന്റെ കണ്ണുകളാണെങ്കിൽ റെഡ് ആയിട്ട് മാറും. അവന്റെ വായിൽ യെല്ലോ കളറിൽ ഒരു പവർ അങ്ങനെ ഫോം ചെയ്യുന്ന കണ്ട് സോറ പേടിച്ചു പോകും. സോറ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൻ ആ പവർ വെച്ച് ഇപ്പൊ സോറയെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കില് സോറോ ഭാഗ്യത്തിന് രക്ഷപ്പെടും. പക്ഷെ എന്താ, അതിന്റെ ഫോഴ്സിൽ അവൻ തെറിച്ചു പോയി വീഴും. ഇവിടെ ആ വില്ലൻ വാർലാടിന് യാതൊരു കൂസലുമില്ല. വായിലൂടെ കുറെ പുകയൊക്കെ പോയി അവൻ ക്യാഷ്വലായിട്ട് നിൽക്കും. സോറോ പതിയെ തലപൊക്കി പുറകിലേക്ക് നോക്കും. അപ്പവൻ കാണും വില്ലന്റെ ആ ഒരു പവറില് അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ കത്തിക്കരിഞ്ഞു പോയിരിക്കാണ്. ഒരു സ്റ്റീൽ പൈപ്പ് അത് കത്തിക്കനലായി മാറി ഉരുക്കി ഒലിച്ചോണ്ടിരിക്കും. അപ്പോഴായിരിക്കും അവൻ പറയാ, ഞാൻ നിങ്ങളുടെ ഫ്രാങ്കിയെ പോലെ പകുതി ഹ്യൂമണും പകുതി റോബോട്ടും അല്ല, ഞാനൊരു ഫുൾ റോബോട്ടാണ്. ഗവൺമെന്റിന്റെ ആവശ്യത്തിന് ഗവൺമെന്റ് ആണ് എന്നെ ക്രിയേറ്റ് ചെയ്തത്. എന്നെ ക്രിയേറ്റ് ചെയ്തത് ഡോക്ടർ വേക്കോഫ് പങ്ക് ആണ്. അദ്ദേഹമാണ് നമ്പർ 1 നേവി ഡോക്ടർ. അദ്ദേഹത്തിന്റെ ബ്രെയിനാണ് എന്റെ ഈ രൂപവും എന്റെ ഈ എബിലിറ്റീസും. അങ്ങനെ എല്ലാം ഡോറയ്ക്ക് പിടികിട്ടും ഇവൻ നിസ്സാരക്കാരനല്ല, ഇവന് നല്ല പവറും എബിലിറ്റിയും ഒക്കെ ഉണ്ട്. ഒരു റോബോട്ട് ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിനെ അറ്റാക്ക് ചെയ്യും പോലെ അവനെ അറ്റാക്ക് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോറ 100% ഉറപ്പിക്കും അവനെ കൊണ്ട് ഒരിക്കലും ആ വില്ലനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. സോറോ അവനോട് ചോദിക്കും, ശരിക്കും നീ ലൂഫിയുടെ തല അത് വെട്ടിയെടുക്കാൻ പോവാണോ? അതിനവൻ പറയും, അതെ, എനിക്ക് വേറെ വഴിയില്ല, ഇവന്റെ തല അതെനിക്ക് കൊടുത്തേ പറ്റൂ. ഉടനെ സോറോ അവനാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്റെ മുൻപില് തല താഴ്ത്തി നിൽക്കും. നിനക്ക് തലയല്ലേ ആവശ്യം? ലൂഫിയുടെ തലയ്ക്ക് പകരം നീ എന്റെ തല അത് വെട്ടിയെടുത്തോളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒക്കെ കണക്കാണ്. മരിക്കുന്നത് എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ആവുമ്പോ എന്റെ സന്തോഷം അത് ഇരട്ടിയാവും. സോറയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകത്തിലെ തന്നെ ബെസ്റ്റ് സ്ക്വാഡ്സ്മാൻ ആയി മാറുക എന്നതാണ്. പക്ഷെ ഇപ്പൊ അവന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അത് ഇതാണെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കും. വില്ലനാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം ലൂഫിയുടെ ബൗണ്ടിയുടെ അത്രയും വർത്ത് സോറോയ്ക്കില്ല. എങ്കിലും കുഴപ്പമില്ല, ഇവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവനിപ്പോ സോറയുടെ അടുത്തേക്ക് വരും. അവൻ സോറോയാണെങ്കിൽ ഇപ്പൊ അട്ടിമുടി നോക്കും. സോറോ വീണ്ടും പറയും, നിനക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാം. ഒരു ബെസ്റ്റ് സ്ക്വാഡ്സ്മാൻ ആവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് സ്വന്തം ടീം ലീഡറിനെ പോലും സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതെന്റെ ഫെയിലിയർ ആണ്. അപ്പോഴായിരിക്കും സാഞ്ചി അവൻ അവിടേക്ക് വരിക. നിന്റെ തല വെട്ടിയെടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഹലോ മിസ്റ്റർ വില്ലൻ, നിനക്ക് ആവശ്യം നല്ലൊരു തലയല്ലേ? ഇവന്റെ തലയെ കഴിഞ്ഞ് നല്ല തല അത് എന്റേതാണ്. ഇവന് പകരം കുറച്ചുകൂടെ വർത്തുള്ള എന്റെ തല നിനക്ക് വെട്ടിയെടുക്കാന്നൊക്കെ പറഞ്ഞ് അവൻ വമ്പ പോസില് അവന്റെ മുൻപിൽ നിന്ന് കൊടുക്കും. ആക്ച്വലി സാഞ്ചിക്ക് നല്ല പേടിയാണ്. പക്ഷെ സോറോ അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സാഞ്ചി ഇപ്പോ അവന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. സാഞ്ചി സോറയോട് പറയും, ഇനി മുതൽ നിങ്ങളുടെ കപ്പലില് നല്ലൊരു ഷെഫ് ഉണ്ടാവില്ല. പക്ഷെ കുഴപ്പമില്ല, എന്നെ കഴിഞ്ഞ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. പക്ഷെ എന്നാലും എന്നെ പോലെ മൾട്ടി സ്കില്ലുള്ള ആൾക്കാരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, തീർച്ചയായിട്ടും നല്ലൊരു കുക്കിനെ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് സത്യത്തില് എനിക്ക് ഭാഗ്യമാണെന്ന് പറഞ്ഞ് അവനും ഇപ്പൊ തലകുനിച്ച് മരിക്കാൻ തയ്യാറാവും. പക്ഷെ സോറോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൻ അങ്ങനെ ചാടി വന്ന് സാഞ്ചിയുടെ വയറ്റിലൊരൊറ്റ ഇട്ടി. സാഞ്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. സോറ പറയും, നീയല്ല, ഞാനാണ് മരിക്കേണ്ടത്. ഓൾറെഡി ആ തീരുമാനം അത് ഞാൻ എടുത്തതാണ്. സോ അതിന് കുറുകെ വരാനായിട്ട് ഞാൻ ആരെ അനുവദിക്കില്ല. സോ ഈ മരണം അത് ഞാൻ തന്നെ ഏറ്റുവാങ്ങുന്നു പറഞ്ഞ് അവനിപ്പോ മുൻപിൽ കയറി നിൽക്കും. സാഞ്ചിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ കഴിയാതെ അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. ആ വില്ലൻ വാർലാടിനാണെങ്കിൽ ഇപ്പൊ കലി കയറും. എന്റെ അപ്പൻ അമ്മനെ കഴിഞ്ഞ് മോശമാണല്ലോ നിങ്ങൾ. ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ ആരാണ് മരിക്കുന്നതെന്ന് ഒരു തീരുമാനം ഉണ്ടാക്ക്.
ഉടനെ സോറോ പറയും, ഞാനാണ്, എന്റെ ജീവൻ തന്നെയാണ് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള അവന്റെ ആയുധങ്ങളൊക്കെ താഴേക്കിടും. അപ്പൊ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ഇപ്പൊ സൂം ചെയ്ത് കാണിക്കും. ആർക്കും ഒരനക്കവും ഇല്ല, എല്ലാവരും ബോധം കെട്ട് കിടക്കുകയാണ്. ആ വില്ലൻ വാർലാഡിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവർ ഇത്രയും പറയുമ്പോ ഇവരുടെ റിക്വസ്റ്റ് അതെങ്ങനെ ഞാൻ കണ്ടില്ല എന്നടിക്കും. അവനിപ്പോ പതിയെ നടന്ന് ആ ലൂഫിയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ ലൂഫിയുടെ ബോഡിയിൽ കൈവച്ച് പറയും, ഒരു കാരണവശാലും എനിക്ക് നിന്നെ വെറുതെ വിടാനായിട്ട് കഴിയില്ല. നിന്റെ ടീംമേറ്റ്സ് ആണെങ്കിൽ നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്നു, അതും എനിക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ കൈ ലൂഫിയുടെ ദേഹത്ത് വെക്കും. അതിനുശേഷം രണ്ട് കൈ കൊണ്ട് അവനെ മുകളിലേക്ക് പൊക്കിയെടുക്കും. സോറോയ്ക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ്. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ ബോഡിയിലുള്ള അടിയുടെ വേദന അങ്ങനെ എല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് കയ്യിലെടുക്കും. ആ വില്ലൻ പറയും, നീയാണ് ഇനി ഈ വേദനകൾ മുഴുവൻ സഹിക്കേണ്ടത്. കാരണം ലൂഫിയുടെ വിധി അത് സോറോ നീ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നീ കരുതും പോലെ ഇതത്ര ചെറിയ വിധിയല്ല, നിന്നെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയില്ല. ഞാനൊരു ഡെമോ കാണിച്ചു തരാന്ന് പറഞ്ഞ് അതിലൊരു അല്പം എടുത്ത് ഇപ്പോ സോറയ്ക്ക് നേരെ വിടും. സോറയുടെ ബോഡിയിലേക്ക് ആ ഒരു പെയിൻ അത് കയറേണ്ട താമസം. അവനാണെങ്കിൽ ആ പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സഹിക്കാൻ കഴിയാതെ നിലവിളിക്കാൻ തുടങ്ങും. നോ! 1000 സൂചികള് അവന്റെ ബോഡിയിലേക്ക് കുത്തിയിറങ്ങുന്ന വേദനയില് അവൻ താഴേക്ക് വീഴുകയാണ്. ലൂഫി അനുഭവിച്ച അത്രയും വലിയ പെയിന്റെ ഒരു ചെറിയ അംശം പോലും സോറയെ കൊണ്ട് ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല. സോ ആ ഒരു മുഴുവൻ പെയിനും അവന്റെ ബോഡിയിലേക്ക് കടത്തി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോറോ പിന്നെ ജീവിച്ചിരിക്കില്ല. സോറോ ഒരു സെക്കൻഡ് ഇപ്പൊ ലൂഫിയെ കുറിച്ച് ആലോചിക്കും. അവൻ ഇത്രയും പെയിൻ അവന്റെ ബോഡിയിൽ വെച്ചാണ് ടീംമേറ്റ്സിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചത്. സോ ഇനി ഒരിക്കലും ലൂഫി ഒരു വേദന അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വരും. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഈ പെയിൻ മുഴുവൻ നിനക്കെന്റെ ബോഡിയിലേക്ക് കടത്തിവിടാമെന്ന് സോറോ ആ വില്ലനോട് പറയും. സോറോ ആണെങ്കിൽ ആ പെയിന്റെ ഉള്ളിലേക്ക് അവന്റെ കൈ കടത്തിവിടും. കട്ട് ചെയ്ത ആ പൈററ്റ്സുകൾക്ക് ഇപ്പൊ ബോധം വീഴും. അവര് പതിയെ എഴുന്നേക്കും. ലോല ചുറ്റും നോക്കും, ആ വില്ലൻ അവിടെ കാണാനുണ്ടാവില്ല. ലോലയ്ക്കാണെങ്കിൽ ഇപ്പൊ ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ്. ലോലയുടെ നിലവിളിയും തുള്ളിച്ചാട്ടവും ഒക്കെ കേട്ട് ഇപ്പൊ ലൂഫിയും ടീമും പതിയെ കണ്ണു തുറക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര റിലാക്സ്മെന്റ്. എന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ പെയിനൊന്നും ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ചോപ്പർ പറയും, ഒരിക്കലും ഇല്ല. നിനക്ക് കിട്ടിയ അടി ഇടിയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 3 ദിവസത്തേക്ക് നിനക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. കാരണം സോറോ ഓൾറെഡി ലൂഫിയുടെ പെയിനൊക്കെ എടുത്തു കഴിഞ്ഞു. ആ കാര്യങ്ങളൊന്നും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ഉടനെ സാഞ്ചി ആണെങ്കിൽ കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേക്കും. അവൻ ചുറ്റും നോക്കും, സോറയെ കാണാനില്ല. അവന്റെ സ്ക്വാഡുകൾ 3ഉം അവിടെ വീണ് കിടപ്പുണ്ട്. പക്ഷെ അവിടെ എവിടെയും സോറ ഇല്ല. അവൻ സോറയുടെ പേര് വിളിച്ച് നിലവിളിച്ച് ഓരോ ഭാഗത്തൂടെ ഓടി നടക്കും. അവൻ ഒരുപാട് നേരം ഐലാൻഡിലൂടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കും. അപ്പൊ ദൂരത്തായി സോറ നിൽക്കുന്നത് കാണും. അവൻ ഓടി സോറയുടെ തൊട്ടടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നീ ഇത്രയും നേരവും ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ആ വില്ലൻ അവൻ പോയോ ചോദിക്കുമ്പോഴായിരിക്കും കാഞ്ചി ഇപ്പോ സോറയുടെ ബോഡി ശ്രദ്ധിക്കുക. അവന്റെ ബോഡി മുഴുവൻ തകർന്ന് ചോര തുളുമ്പി ഒരനക്കവും ഇല്ലാതെ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. സാഞ്ചി അവന്റെ ബോഡി പിടിച്ച് കുലുക്കി, എന്തു പറ്റി? എന്താ ഉണ്ടായേ? ആ വില്ലൻ എവിടെ? ഉടനെ സോറ അവൻ സംസാരിക്കാൻ തുടങ്ങും. കുഴപ്പമൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും സോൾവായി. സോറോ ആണെങ്കിൽ അത്രയും പെയിൻ ഏറ്റുവാങ്ങിയിട്ടും അവന്റെ ജീവൻ അത് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. ചോരയിൽ കുളിച്ച് നമ്മുടെ സോറോ അവനങ്ങനെ ടെററായിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.